എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ആ നിമിഷം ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിൽ എന്നെന്നും മായാതെ നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. 30 റൺസിന് ഇന്ത്യയെ തകർത്ത് ദക്ഷിണാഫ്രിക്ക 2 മത്സരങ്ങളുടെ പരമ്പരയിൽ 1-0 മുന്നിലെത്തിയപ്പോൾ ക്രിക്കറ്റ് മൈതാനത്ത് മനുഷ്യത്വത്തിന്റെ മനോഹരമായൊരു കഥ കൂടിയാണ് പിറന്നത്. ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെംബ ബാവുമയുടെ കണ്ണീരും ബുംറയുടെ മാപ്പപേക്ഷയും അത് ആരാധകരെ അമ്പരപ്പിച്ചു. അതെ, ഈ വിജയത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബാവുമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം ജസ്പ്രീത് ബുംറ ചെയ്ത ഒരു തെറ്റിന് മാപ്പ് ചോദിച്ചതിലൂടെ 140 കോടി ഇന്ത്യക്കാരുടെയും ഹൃദയം കീഴടക്കി. ബാവുമ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ട് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്താൽ തലയുയർത്തും. ഈ ചരിത്രപരമായ മത്സരത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 2025 നവംബർ 16 കൊൽക്കത്തയിൽ ക്രിക്കറ്റ് ആവേശം അലതല്ലിയ ഒരു പ്രഭാതമായിരുന്നു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിന്റെ 3-ാം ദിനം. ദക്ഷിണാഫ്രിക്ക അവരുടെ 2-ാം ഇന്നിംഗ്സിൽ 153 റൺസ് എടുത്തു. ഇന്ത്യയുടെ വിജയലക്ഷ്യം വെറും 124 റൺസ്. ചെറിയ ലക്ഷ്യം, പക്ഷേ സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ചായിരുന്നു അവിടെ. ഇന്ത്യൻ ആരാധകർക്ക് അവരുടെ ടീം ഇത് അനായാസം നേടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സ് 93 റൺസിന് കൂടാരം കയറി. 30 റൺസിന്റെ വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ 1-0 മുന്നിലെത്തി. മത്സരത്തിലുടനീളം ആവേശം അതിന്റെ പാരമ്യതയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ 2-ാം ഇന്നിംഗ്സിൽ നായകൻ ടെംബ ബാവുമ പുറത്താകാതെ നേടിയ 55 റൺസ് ടീമിന് മികച്ച ലീഡ് നേടിക്കൊടുത്തു. ഇന്ത്യൻ സ്പിന്നർമാരെ ബാവുമ നേരിട്ട ക്ഷമയും സാങ്കേതികതയും പ്രശംസനീയമായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 4 വിക്കറ്റും മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. എന്നാൽ ബാവുമയെ പുറത്താക്കാൻ ഇന്ത്യൻ ബൌളർമാർക്ക് കഴിഞ്ഞില്ല. 124 റൺസ് പിന്തുടർന്ന് ഇന്ത്യയുടെ 2-ാം ഇന്നിംഗ്സ് വളരെ മോശമായിരുന്നു. മാർക്കോ ജാൻസൺ യശസ്വി ജയ്സ്വാളിനെ 0-ന് പുറത്താക്കി. പിന്നാലെ KL രാഹുലും വീണു. 10 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ നഷ്ടമായി. വാഷിംഗ്ടൺ സുന്ദരും ധ്രുവ ജുരേലും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സിമോൺ ഹാർമർ ഈ കൂട്ടുകെട്ട് പൊളിച്ചു. ഈ ഇന്നിംഗ്സിലെ ഹീറോ സിമോൺ ഹാർമറായിരുന്നു. അദ്ദേഹത്തിന്റെ 4 വിക്കറ്റുകൾ ഇന്ത്യൻ ബാറ്റിംഗിനെ തകർത്തെറിഞ്ഞു. ആരാധകർ പ്രതീക്ഷയർപ്പിച്ച ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ഹാർമറിന് മുന്നിൽ വീണപ്പോൾ ഇന്ത്യ 7-77 എന്ന നിലയിലായി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഘട്ടത്തിൽ അക്ഷർ പട്ടേൽ ആക്രമിച്ചു കളിച്ചു. കേശവ് മഹാരാജിന്റെ ഒരു ഓവറിൽ 16 റൺസ് നേടിയ അക്ഷർ 17 പന്തിൽ 26 നേടി ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷ നൽകി. എന്നാൽ ഒരു തെറ്റായ ഷോട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. പിന്നീട് കേശവ് മഹാരാജ് മുഹമ്മദ് സിറാജിനെ പുറത്താക്കി ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി സിമോൺ ഹാർമർ 4 വിക്കറ്റ് നേടി. ഈ തോൽവി ഇന്ത്യയ്ക്ക് നിരാശാജനകമായിരുന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ പരിക്കേറ്റ് 2-ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാതിരുന്നത് ടീമിന് വലിയ തിരിച്ചടിയായി. കഴുത്തിന് പരിക്കേറ്റ ഗിൽ ആശുപത്രിയിലായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ കാര്യം കളിക്കളത്തിന് പുറത്താണ് സംഭവിച്ചത്. ആദ്യ ദിവസത്തെ കളിയിൽ സ്റ്റംപ് മൈക്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു കാര്യത്തിനായി ജസ്പ്രീത് ബുംറ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബാവുമയോട് മാപ്പ് പറഞ്ഞു. ബാവുമയെ കളിയാക്കി ബുംറ കുള്ളൻ എന്ന് വിളിച്ചത് വൈറലായിരുന്നു. ബുംറ തമാശയായി ഉപയോഗിച്ച ഈ വാക്ക് വലിയ വിവാദത്തിന് തിരികൊളുത്തി. ഇതറിഞ്ഞ ബാവുമ അതീവ നിരാശനായിരുന്നു. മത്സരം കഴിഞ്ഞിട്ടും അദ്ദേഹം ബുംറയോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. മത്സരം അവസാനിച്ച ശേഷം പരസ്പരം കൈകൊടുക്കുന്നതിനിടെ ബാവുമ ബുംറയെ ഒഴിവാക്കാൻ ശ്രമിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബുംറ തന്റെ തോൽവിയുടെ നിരാശ മാറ്റിവെച്ച് ബാവുമയുടെ അടുത്തേക്ക് പോയി. തന്റെ തെറ്റിന് മാപ്പ് ചോദിച്ചു. ആ വാക്ക് ഉപയോഗിച്ചതിൽ തനിക്ക് ഖേദമുണ്ടെന്നും ബുംറ പറഞ്ഞു. ബുംറയുടെ ഈ വിനയം ബാവുമയുടെ മനസ്സ് മാറ്റിയെടുത്തു. ആദ്യം ഒരൽപ്പം മടിച്ചെങ്കിലും പിന്നീട് ഇരുവരും ആലിംഗനം ചെയ്തു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നനയിച്ച ഒരു നിമിഷമായിരുന്നു അത്. ബുംറയുടെ ഈ മനോഭാവം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇതാണ് യഥാർത്ഥ കായിക സ്നേഹം. എത്ത് സമ്മതിച്ച് മാപ്പ് പറയുന്നവനാണ് യഥാർത്ഥ ചാമ്പ്യനെന്ന് ആരാധകർ കുറിച്ചു. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചില്ല. മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ടെംബ ബാവുമ പറഞ്ഞ വാക്കുകൾ 140 കോടി ഇന്ത്യക്കാരുടെയും ഹൃദയം കീഴടക്കി. ബാവുമ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആദ്യമായി ഇന്ത്യയെ അവരുടെ മികച്ച പ്രകടനത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ വിജയിച്ചെങ്കിലും ഇന്ത്യ കളിച്ച ആവേശവും പോരാട്ട വീര്യവും പ്രശംസനീയമാണ്. സ്പിന്നർമാർക്ക് ആധിപത്യമുള്ള പിച്ചിൽ ജഡേജ, കുൽദീപ്, ബുംറ തുടങ്ങിയ ബൌളർമാർക്കെതിരെ ബാറ്റ് ചെയ്യുന്നത് എളുപ്പമായിരുന്നില്ല. ആ കമന്റിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ ജസ്പ്രീത് എന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിനയവും എന്നെ സ്പർശിച്ചു. അതൊരു തമാശയായി പറഞ്ഞതെന്നും അതിൽ അദ്ദേഹത്തിന് അതീവ ഖേദമുണ്ടെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ക്രിക്കറ്റ് ജയവും തോൽവിയും
തോൽവിയും മാത്രമല്ല ബഹുമാനത്തിന്റെയും ബന്ധങ്ങളുടെയും കളിയാണ്. ജസ്പ്രീത് എന്റെ ഹൃദയം കീഴടക്കി. അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം ലോകം കണ്ടുപഠിക്കണം. ഇന്ത്യ ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത ഒരു ടീമാണ്. ഈ തോൽവിക്ക് ശേഷവും അവർ അടുത്ത ടെസ്റ്റിൽ കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇന്ത്യൻ ആരാധകരുടെ ആവേശവും സ്നേഹവും കാണുന്നത് എനിക്ക് സന്തോഷമാണ്. കൊൽക്കത്തയിലെ അന്തരീക്ഷം അവിശ്വസനീയമായിരുന്നു. ഇന്ത്യൻ ആതിഥേയത്തിനും ഈ അവിസ്മരണീയ ടെസ്റ്റ് മത്സരത്തിന്റെ ഭാഗമാക്കിയതിനും ഞാൻ നന്ദി പറയുന്നു. ബാവുമയുടെ ഈ വാക്കുകൾ കേട്ട് ഇന്ത്യൻ ആരാധകർ അഭിമാനിച്ചു. ടെമ്പ ബാവുമ ഒരു യഥാർത്ഥ ജെന്റിൽമാനാണ്. വിജയത്തിനു ശേഷമുള്ള ഈ വിനയവും ഇന്ത്യയോടുള്ള ബഹുമാനവും മഹത്തരമാണ് എന്ന് ഒരു ആരാധകൻ കുറിച്ചു. ബുംറയുടെ മാപ്പപേക്ഷയും ബാവുമയുടെ ഔദാര്യവും ക്രിക്കറ്റിന് ഒരു പുതിയ മാനം നൽകി. ഈ നിമിഷം ക്രിക്കറ്റിനെ കേവലം ഒരു കളിയായിട്ടല്ല, വികാരങ്ങളുടെ സംഗമമായി കാണുന്ന ഓരോ ആരാധകനും പ്രചോദനമാണ്. എന്തായാലും വരും മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ചും ബുംറ ബാവുമ നിമിഷത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബുംറയുടെ മാപ്പും ബാവുമയുടെ വിനയവുമാണോ ക്രിക്കറ്റിന്റെ യഥാർത്ഥ സൗന്ദര്യം? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.